നമസ്തേ. നമ്മളിന്ന് ആഴ്ചഫലമാണ് നോക്കുന്നത്. ഈ ആഴ്ചത്തെ ഫലം, അതായത് ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ബുധന് വ്യാഴാഴ്ച രാത്രി ഒരു മീനം രാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആദ്യം മേടക്കൂറുകാരുടെ കാര്യം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ഈ ബുധൻ്റെ മാറ്റമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഫല നിരൂപണം. അപ്പോൾ മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത്, ധനപരമായ കാര്യങ്ങളിലൊക്കെ വളരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും അപ്രതീക്ഷിതമായ ചില ധനച്ചിലവുകൾ അവർക്കുണ്ടാവും, ധനനഷ്ടങ്ങളും അവർക്കുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, 3-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. സഹോദരസ്ഥാനീയരോട് പെരുമാറുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ സംസാരത്തിൽ ശ്രദ്ധിക്കുക. എങ്കിലും മേടക്കൂറുകാർക്ക് വിദേശപരമായിട്ട് ഗുണവും യാത്രകൾ ചെയ്യാനുള്ള യോഗമൊക്കെ ഉള്ള കാര്യമാണ്. ശുക്രൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത് ഉച്ചരാശിയിലാണ്. ഭക്ഷണ സുഖമൊക്കെ ഉണ്ടാവും, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും, മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കും. എങ്കിലും ശ്രദ്ധിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടക്കൂറുകാരെ അലട്ടിക്കൊണ്ടിരിക്കും. പൊതുവെ ധനപരമായിട്ട് ചില ചിലവുകൾ വന്നു ചേരാം മേടക്കൂറുകാർക്ക്, അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യമാണ്. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്ക് ബുധൻ്റെ മാറ്റം, വ്യാഴാഴ്ച രാത്രി മുതലുള്ള ബുധൻ്റെ മാറ്റം 11-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ധനപരമായിട്ട് ഗുണമൊക്കെ ഉണ്ട്, കടബാധ്യതകൾ കുറഞ്ഞു വരും. എങ്കിലും ലഗ്നത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. 2-ാം ഭാവത്തിലാണ് ഇപ്പോൾ ചൊവ്വ സഞ്ചരിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിക്കുക. 2-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ വാക്കുകൾ മൂലം ധനനഷ്ടമൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് പെട്ടെന്നുള്ള എടുത്തുചാട്ടം, വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക, മറ്റുള്ളവരുടെ ഇടയിൽ ചെന്ന് വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാകുക. 2-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക. ലഗ്നത്തിൽ വ്യാഴമാണ്, അതും ശ്രദ്ധിക്കുക. പിന്നെ 11-ാം ഭാവത്തിൽ രാഹു, അലർജി സംബന്ധമായ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാം. കുടുംബത്തിലുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ധനച്ചിലവുകൾ ഇടവക്കൂറുകാർക്ക് വരാം. അടുത്തത് മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. അവർക്ക് ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ മുറിവ്, ചതവ്, പൊള്ളൽ, ശസ്ത്രക്രിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. രോഗാരിഷ്ടതകൾ ഉണ്ടാവാം. ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കുറച്ച് അഹംബോധം കൂടും, അതുമൂലം ചില പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കാര്യതടസ്സങ്ങൾ, കർമ്മരംഗത്ത് ചില ദുരിതാനുഭവങ്ങൾ, പ്രവർത്തന രംഗത്ത് ചില ആരോപണങ്ങൾ കേൾക്കുക. എങ്കിലും ബുധൻ 10-ാം ഭാവത്തിലേക്ക് 28-ാം തീയതി മുതൽ വരികയാണ്. അപ്പോൾ ചെറിയ ഗുണമൊക്കെ ഉള്ള സമയമാണ്. എങ്കിലും വ്യാഴം 12-ലാണ്, ലഗ്നത്തിൽ ചൊവ്വയാണ്, കേതു 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്, രാഹു 9-ൽ, ശനി 9-ൽ. അപ്പോൾ മാതൃപിതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. വാഹനം ഓടിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. 4-ൽ കേതു സഞ്ചരിക്കുകയാണ്. അപ്പോൾ കുടുംബത്തിലും ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ വാഹന അപകടങ്ങൾ, ഇപ്പോൾ ഈ ചൊവ്വ ലഗ്നത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ മുറിവ്, പൊള്ളൽ, ചതവ് ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമായതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം മിഥുനക്കൂറുകാർ. അവർക്ക് ഒട്ടും തന്നെ അനുകൂലമായിരിക്കില്ല. അടുത്ത കർക്കിടകക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. അവർക്ക് ചൊവ്വ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ യാത്രകളിലൂടെ, ചില യാത്രകളിലൂടെ ദുരിതങ്ങൾ, മുറിവുകൾ, ത്വക്ക് രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ശ്രദ്ധിക്കുക.
ആദ്യത്തിന് 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. നേത്രരോഗങ്ങൾ 8-ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നു. വാതരോഗങ്ങൾ, കാല് സംബന്ധമായ രോഗാരിഷ്ടതകൾ, എന്താ പറയുക, മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കുക. പിന്നെ പിതാവിന് അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും പിതാവിൽ നിന്ന് ചില സഹായങ്ങളും ലഭിക്കാവുന്ന, അല്ലെങ്കിൽ പിതൃസ്ഥാനീയരിൽ നിന്ന് ചില സഹായ അനുകൂലതകളൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. 9-ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചത്തിൽ സഞ്ചരിക്കുകയാണ്. അത് ഗുണമാണ്. സ്ഥാനമാനങ്ങൾ, നാനാവിധ വസ്ത്രാഭരണ ലാഭങ്ങൾ. എങ്കിലും ഈ വ്യാഴാഴ്ച രാത്രി മുതൽ ബുധനും കൂടി 9-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ദേഹാരിഷ്ടതകൾ വർദ്ധിക്കാവുന്ന സമയമാണ്. മാനസിക ശാരീരിക ക്ലേശങ്ങളൊക്കെ കൂടാവുന്ന സമയമാണ്. എങ്കിലും 11-ാം ഭാവത്തിലെ വ്യാഴം ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ, അല്ലെങ്കിൽ തൊഴിൽ രംഗത്തൊക്കെ ഗുണം ചെയ്യും. സാമ്പത്തികമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കർക്കിടകൂറുകാർക്ക് ഉണ്ടാവില്ല എങ്കിലും ചില പിടിവാശികൾ മൂലം ചില യാത്രകൾ, അതിലൂടെ ചില ദുരിതങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാതരോഗങ്ങളൊക്കെ പിടിപെടാവുന്ന സമയമാണ്. ത്വക്ക് രോഗങ്ങൾ, കാലിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഒക്കെ വരാവുന്ന സമയമാണ്. അടുത്ത ചിങ്ങക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മകം പൂരം പുത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവർക്കിപ്പോൾ ചൊവ്വ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അത് ധനപരമായിട്ട് ഗുണം ചെയ്യും. 8-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു. ശാഠ്യബുദ്ധി കുറച്ച് കൂടും. 7-ാം ഭാവത്തിൽ ആദിത്യനും ശനിയും ഒക്കെ സഞ്ചരിക്കുകയാണ്. വാഹന സംബന്ധമായ ചില അപകടങ്ങൾ അല്ലെങ്കിൽ അധിക ചിലവുകൾ ഒക്കെ വരാവുന്ന സമയമാണ്. 8-ാം ഭാവത്തിൽ സർപ്പവും ശുക്രനും കൂടി സഞ്ചരിക്കുകയാണ്. മാനസിക ശാരീരിക ക്ലേശങ്ങളൊക്കെ വർദ്ധിക്കാവുന്ന സമയമാണ്. പെട്ടെന്നുള്ള എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ, തീരുമാനങ്ങൾ, ഇതൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ടാകും. പൊതുവേ പറഞ്ഞാൽ 10-ാം ഭാവത്തിൽ വ്യാഴവും കൂടി സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരുടെ ഇപ്പോഴത്തെ സമയം. മനസ്വസ്ഥത കുറയുന്ന സമയമാണ്. ബുധന് മാറ്റമുണ്ട്. 8-ലേക്ക് മാറുകയാണ് ബുധൻ വ്യാഴാഴ്ച രാത്രി മുതൽ. ധനപരമായിട്ട് അത് ചൊവ്വയും ബുധൻ്റെയും ഒക്കെ ഈ സഞ്ചാരം ധനപരമായിട്ട് ഗുണം ചെയ്യും. എങ്കിലും 7-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. എട്ടാം ഭാവത്തിലെ ശുക്രനും ഒക്കെ കൂട്ടു സംരംഭങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ആ കൂട്ടു സംരംഭങ്ങളിൽ ചില അകൽച്ചകൾ, ഒറ്റപ്പെടലുകൾ ഒക്കെ വരാവുന്ന സമയം കൂടിയാണ്. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഏഴിലെ ആദിത്യ ശനി യോഗം, അഷ്ടമത്തിലെ ശുക്രനൊക്കെ കൂട്ടു സംരംഭങ്ങളിൽ ചില പ്രശ്നങ്ങൾ, ശാഠ്യബുദ്ധിയൊക്കെ വരുത്താം. എങ്കിൽ 11-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ട് ഗുണമാണ്. ബുധൻ്റെയും 8-ലേക്ക് സഞ്ചാരം അത് ധനപരമായിട്ട് വലിയ ദോഷമൊന്നും ചിങ്ങക്കൂറുകാർക്ക് ചെയ്യില്ല. എങ്കിലും നമുക്ക് കുറച്ച് ശാഠ്യബുദ്ധി ഒക്കെ കൂടാം. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത കന്യക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഉത്രത്തിൻ്റെ അവസാന 1/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്യക്കൂറ്. കന്യക്കൂറുകാരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കാം. 7-ാം ഭാവത്തിൽ ശുക്രനും ബുധനും രാഹുവുമാണ്. ലഗ്നത്തിൽ കേതുവുണ്ട്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, പങ്കാളി മൂലം പ്രശ്നങ്ങൾ, പങ്കാളിയിൽ നിന്ന് ചില പ്രശ്നങ്ങൾ, പങ്കാളിക്ക് പ്രശ്നങ്ങൾ, ഇപ്പോൾ ശുക്രൻ്റെയും രാഹുവിൻ്റെയും സഞ്ചാരം, അതിൻ്റെ കൂടെ ബുധനും കൂടി വ്യാഴാഴ്ച രാത്രി മുതൽ വരുമ്പോൾ ചില രഹസ്യ ബന്ധങ്ങൾ മൂലം പ്രശ്നങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ ത്വക്ക് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ഇതൊക്കെ അലട്ടാം. 6-ൽ ശനിയും ആദിത്യനുമാണ്. അത് ധനപരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ ചെറിയ ഗുണം ചെയ്യുമെങ്കിലും 7-ാം ഭാവത്തിൽ ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ സഞ്ചാരം, അതിൻ്റെ കൂടെ രാഹുവും, അപ്പോൾ ലഗ്നത്തിൽ കേതുവും, അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ വരാം, അതിൽ ചെന്ന് ചാടി പ്രശ്നങ്ങൾ വരാം. അതൊക്കെ
ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ ബുധൻ എന്ന് പറഞ്ഞത് ലഗ്നാധിപനാണ്. അപ്പോൾ അത് 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ബഹുപ്രകാരേണ ദേഹോപദ്രവങ്ങൾ എന്നാണ്. അതായത് പല പ്രകാരത്തിൽ നമ്മുടെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിന്നിട്ട് അവസാനം നമ്മളെ ചതിക്കുന്ന അവസ്ഥകൾ അതും ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഓരോരുത്തരോട് ഇടപഴകുമ്പോൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അടുത്തത് തുലാക്കൂറുകാരുടെ കാര്യമാണ്. ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ് തുലാക്കൂറ്. അവർക്ക് ഒട്ടും തന്നെ അനുകൂലമായ സമയമല്ല. 5-ാം ഭാവത്തിലെ ആദിത്യൻ്റെയും ശനിയുടെയും സഞ്ചാരം രോഗാരിഷ്ടതകളും മാനസിക വിഷമതകളും ഒക്കെ ഉണ്ടാക്കിത്തരും. 6-ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുകയാണ്. അലർജി രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിന്നെ 6ലേക്ക് ബുധൻ വ്യാഴാഴ്ച രാത്രി മുതൽ വരും. അപ്പോൾ 6ലെ ബുധൻ സഞ്ചരിക്കുന്നത് ചെറിയ ഗുണം ചെയ്യും, സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാക്കിത്തരും. എങ്കിലും ഓർക്കുക, അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. ഈശ്വരാധീനം എല്ലാ സ്ഥലത്തും കുറവാണ്. ഭാഗ്യക്കേടുകൾ ഉണ്ടാകും. 9-ാം ഭാവത്തിലെ ചൊവ്വയും അഷ്ടമത്തിലെ വ്യാഴവും പല ഭാഗ്യക്കേടുകളും ഉണ്ടാക്കിത്തരും. തൊഴിൽ രംഗത്താണെങ്കിൽ അസ്വസ്ഥതകൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ഏറ്റവും അടുത്തവർ പോലും വിമർശിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ, തൊഴിൽ രംഗത്ത് ജോലിഭാരം വർദ്ധിക്കുക, വിമർശനങ്ങൾ വർദ്ധിക്കുക. എങ്കിലും 6-ാം ഭാവത്തിൽ ഉച്ചത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാണ്. ശത്രുക്കളുണ്ട്. ശത്രുക്കളെ അതിജീവിച്ച് അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും കഴിയും തുലാക്കൂറുകാർക്ക്. എങ്കിലും 8ലെ വ്യാഴം, 9ലെ ചൊവ്വ, ഇതൊക്കെ ഭാഗ്യക്കേടുകൾ. നമ്മൾ തൊഴിൽ രംഗത്ത് ചെയ്ത് വച്ചിരിക്കുന്ന ജോലിയിൽ പോലും അവസാന നിമിഷത്തിൽ ചില ഭാഗ്യക്കേടുകളൊക്കെ വരാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിച്ച് തൊഴിൽ രംഗത്തൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എടുത്ത് ചാടിയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തോന്നാവുന്ന സമയമാണ്. കാരണം 2-ാം ഭാവാധിപനാണ് ചൊവ്വ. ആ ചൊവ്വ 9ൽ സഞ്ചരിക്കുകയാണ്. അത് മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ വാക്കുകൾ മൂലം ചില ഭാഗ്യക്കേടുകളൊക്കെ വരാവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി അടുത്തത് വൃശ്ചികക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. 4-ാം ഭാവത്തിലെ ആദിത്യനും ശനിയും സഞ്ചരിക്കുന്നു. മാതൃക്ലേശങ്ങൾ, മാതൃസ്ഥാനീയർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, മാതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ചില ദുരിതങ്ങൾ, പിന്നെ അറിയാത്ത കാര്യത്തിന് അപമാനം കേൾക്കേണ്ടി വരിക, മാനഹാനി, ഹൃദയ സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരാം, കണ്ണിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് വരാം. എങ്കിലും ബുധൻ ഇപ്പോൾ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അത് 5ലേക്ക് മാറും വ്യാഴാഴ്ച രാത്രി മുതൽ. 5ലേക്ക് മാറുമ്പോഴും ശുക്രൻ്റെ ഒപ്പമാണ്. വലിയ പ്രശ്നങ്ങളില്ല. കുടുംബസൗഖ്യം, അതൊക്കെ ഗുണം, യാത്രാഗുണം, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഒക്കെ തോന്നാവുന്ന സമയം. എങ്കിലും ചൊവ്വ 8-ാം ഭാവത്തിലാണ്. അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ശത്രുപീഡകൾ, പെട്ടെന്നുള്ള വാക്ക് തർക്കങ്ങൾ, സഹോദര സ്ഥാനീയരുമായിട്ട് കലഹങ്ങൾ, കേസുകൾ, ശാരീരിക അസ്വസ്ഥതകൾ, ഇതൊക്കെ അഷ്ടമത്തിലെ ചൊവ്വ തരും. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തൊഴിൽ രംഗത്തായാലും കുടുംബത്തിലായാലും എവിടെയായാലും. 5ലേക്ക് ബുധൻ സഞ്ചരിക്കുമ്പോൾ കുടുംബക്കാരും ഏറ്റവും വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് അകന്നു നിൽക്കേണ്ടി വരിക എന്നുള്ള യോഗം കൂടിയുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ധനുക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മൂലം, പുരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. അതിൽ തന്നെ ആദിത്യനും സഞ്ചരിക്കുകയാണ്. 4-ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചത്തിൽ സഞ്ചരിക്കുകയാണ്. ബുധനും വ്യാഴാഴ്ച മുതൽ രാത്രി മുതൽ 4-ാം ഭാവത്തിലേക്ക് വരും. അത് ധനുക്കൂറുകാർക്ക് ഗുണം ചെയ്യും. ഇവരിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, അതൊക്കെ കുറയും. അംഗീകാരങ്ങളൊക്കെ കിട്ടിത്തുടങ്ങേണ്ട സമയമാണ്. ഐശ്വര്യം, കുടുംബസൗഖ്യം ഒക്കെ ഉണ്ടാകും. എങ്കിലും ശ്രദ്ധിക്കുക, 7-ാം ഭാവത്തിൽ ചൊവ്വയാണ്, നിവൃത്തി സ്ഥാനത്ത് ചൊവ്വയാണ്. ശത്രുഭയം, മനക്ലേശം ഇവരെ വിട്ട് ഒഴിയുന്നില്ല. മറ്റുള്ളവരുടെ ഇടയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കൂട്ടു സംരംഭങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.
7 ചൊവ്വ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വേർപ്പെടുത്തുക എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നിവൃത്തി സ്ഥാനത്ത് ചൊവ്വയാണത് തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത മകരക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് മകരക്കൂറ്. അവർക്ക് സാമ്പത്തിക ഗുണവും പുതിയ പ്രവർത്തന ശൈലിയും ഒക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 5-ലെ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടുണ്ട്. 6-ലെ ചൊവ്വയാണ്, നല്ലതാണ്. 5-ലെ വ്യാഴം ഗുണം ചെയ്യും ഭാഗ്യമുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴമാണ്. അപ്പോൾ 3-ാം ഭാവത്തിലെ ശുക്ര രാഹു യോഗം തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ ഗുണമാണ്. എങ്കിലും 3-ാം ഭാവത്തിലെ രാഹു ദൃഢനിശ്ചയം, പിടിവാശി, ഉറ്റവരിൽ നിന്ന് വേർപെട്ട് നിൽക്കുക, ഇതൊക്കെ തരുന്നതാണ്. ശ്രദ്ധിക്കുക. പുതിയ സൗഹൃദങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നാവുന്ന സമയമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. കാരണം 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. ആത്മീയ രംഗത്ത് പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ടാവണം. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, പ്രവർത്തികളൊക്കെ മകരക്കൂറുകാർക്ക് ഉണ്ടാവും. യാത്രകൾ ഉണ്ടാവും. ചിലവ് വർദ്ധിക്കും. എങ്കിലും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല. ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, അലർജി രോഗങ്ങൾ, ഇതൊക്കെ മൂലം ആശുപത്രി വാസവും മകരക്കൂറുകാർക്ക് വേണ്ടി വന്നേക്കാം. അടുത്ത കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. 2-ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുന്ന സമയമാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ലഗ്നത്തിലാണ് ബുധൻ സഞ്ചരിക്കുക. അതും വാക്കുകൾ അനുകൂലമാക്കില്ല. ലഗ്നത്തിലെ ബുധൻ ചില വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. അത് 2-ാം ഭാവത്തിൽ സർപ്പം കൂടി സഞ്ചരിക്കുന്ന സമയമായതിനാൽ അത് കൂട്ടിക്കൊണ്ടിരിക്കും. എങ്കിലും വ്യാഴാഴ്ച രാത്രി മുതൽ ബുധൻ 2-ാം ഭാവത്തിലേക്ക് മാറും. ശുക്രനും 2-ാം ഭാവത്തിൽ ഉച്ചത്തിലാണ്. അത് അനുകൂലമായിരിക്കും. 5-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ്. ഒരു ഭാഗ്യക്കേട് 5-ാം ഭാവത്തിലെ ചൊവ്വയ്ക്കുണ്ട്. അമിത ചിലവുകൾ വരുത്തുന്ന സമയമാണ്. സഞ്ചാരക്ലേശം, രോഗാദി ദുരിതങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. ധനപരമായിട്ടൊക്കെ ഈ ബുധൻ്റെ മാറ്റം 2-ലേക്ക് മാറുമ്പോൾ ധനപരമായിട്ടൊക്കെ ഗുണം ചെയ്യും കുംഭക്കൂറുകാർക്ക്. 8-ാം ഭാവത്തിലെ കേതുവാണ്. കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ വരാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യ കൂട്ടുകെട്ടിൽ ചെന്ന് പെടാവുന്ന സമയമാണ് 8-ാം ഭാവത്തിലെ കേതു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 8-ാം ഭാവത്തിലെ കേതു സഞ്ചരിക്കുകയാണ്. അനാവശ്യമായ ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ട് ലഹരി ഉപയോഗങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. അതൊക്കെ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കുക. 4-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് മധ്യം ഗുണദോഷ സമ്മിശ്രമാണ്. 4-ാം ഭാവത്തിലെ വ്യാഴം അത്ര അനുകൂലമൊന്നുമല്ല. ചാരവശാൽ വാഹനയോഗമൊക്കെ ഉണ്ട്. പക്ഷെ മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ 4-ാം ഭാവത്തിൽ വ്യാഴം തരും. അതുകൊണ്ട് തന്നെയാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞത്. 4-ാം ഭാവത്തിലെ വ്യാഴം. വാക്കുകളാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്. അത് വ്യാഴാഴ്ച മുതൽ അത്ര പ്രശ്നമില്ല. എങ്കിലും 2-ാം ഭാവത്തിൽ സർപ്പമാണ്. ഇപ്പോൾ ലഗ്നത്തിലെ ബുധനും കൂടിയാണ്. അപ്പോൾ ബുധൻ്റെ ലഗ്നത്തിലെ സഞ്ചാരം നമ്മൾ അറിയാതെ തന്നെ പെട്ടെന്ന് പ്രതികരിച്ചു പോവുക, പെട്ടെന്നുള്ള വാക്ക് തർക്കങ്ങൾ, മനസ്വസ്ഥത കെടുത്തുന്ന ചില കാര്യങ്ങൾ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയമാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെടരുത്. അങ്ങനെയുള്ള സമയമാണ്. വാക്കുകളും പ്രവൃത്തികളും വളരെയധികം ശ്രദ്ധിക്കുക. ചുറ്റുമുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കുക. അടുത്ത മീനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ്. അവർക്ക് ആദിത്യൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ബുധൻ ലഗ്നത്തിലേക്ക് വരുന്നു. അപ്പോൾ ആവശ്യമില്ലാത്ത വാക്കുകൾ മൂലം ബന്ധുക്കളോട് കലഹങ്ങൾ, അതൊക്കെ ശ്രദ്ധിക്കുക. കുടുംബത്തിലാണെങ്കിൽ ഒരു വേർപിരിയൽ ഒക്കെ ഉണ്ടാകേണ്ട സമയം. 7-ാം ഭാവത്തിലെ കേതുവും ലഗ്നത്തിലെ സർപ്പവുമാണ്. ത്വക്ക് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, വാതരോഗങ്ങൾ, ഇതൊക്കെ അലട്ടിക്കൊണ്ടിരിക്കാവുന്ന സമയം. അപകടങ്ങൾ, ധനപരമായിട്ട് പറയുകയാണെങ്കിൽ മിതമായിട്ടൊക്കെ ധനം ലഭിക്കാവുന്ന സമയമാണ്.
ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. കാരണം ശനിയാണ്, ശനി 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ചില പ്രയത്നങ്ങളൊക്കെ വിഫലമായി തീരും. പ്രയത്നം കൂടുകയും ഫലപ്രാപ്തി കുറയുകയും ചെയ്യുന്ന സമയമാണ് മീനക്കൂറുകാർക്ക്. വ്യാഴം 3-ലാണ്, അത് ദൈവാധീനം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും